അപ്പോഴേ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും, ഒന്ന് കണ്ടില്ലേ? സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. പോയപ്പോ ആർക്ക് പോയി? അയാളെ വീട്ടുകാർക്ക് പോയി. ഇത് രണ്ടാമത്തെ വിഷയം നടക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് റീച്ച് വേണമെങ്കിൽ നല്ല കുറച്ച് കണ്ടന്റ് ഇട്ട് റീച്ച് കൂടണം. അത് ഇങ്ങനത്തെ തോന്നിയ മാസം ചെയ്യാൻ നിൽക്കരുത്. ഇതിപ്പോൾ ഇങ്ങനെ തോന്നിയ മാസം കാട്ടണേന് ഇവിടെ പാവം ആണുങ്ങൾ ഇത് തേങ്ങ കാട്ടണ്ടേ. ഞങ്ങൾ ഇനി ഇങ്ങനെ ബസ്സിലോ ട്രെയിനിലോ പോവത് ഞങ്ങൾക്കൂടെ ജീവിക്കാൻ വേണ്ടത്. ഞാൻ നാളെ എങ്ങനെ ബസ് പോകുന്നത് എനിക്കെന്നറിയില്ല. ഞാൻ മേലെ മുൻബസ് ഞാൻ പോകില്ല. സീറ്റ് ഉണ്ടെങ്കിലേ ഞാൻ ബസ് കയറുള്ളൂ. ഒന്നെന്നാണ് ഈ ജന്മം ഞാൻ ബസ് കയറില്ല. പേടിച്ചുകൊണ്ട് മാത്രമാണ്. എങ്ങനെയാണ് ബസ്സിൽ കയറുക? എവിടുന്ന വീഡിയോ വരെ അറിയാൻ അതാ അവസ്ഥ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഉണ്ട് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ കാട്ടി എനിക്കൊക്കെ മനസ്സ് കട്ടി കുറച്ച് കുറവാണ്. ഞാനൊക്കെ പെട്ടെന്ന് ചാവും. ഞാനൊക്കെ പ്ലീസ് ദയവ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കാട്ടരുത്. നിങ്ങൾക്ക് റീച്ച് ആവണമെങ്കിൽ നല്ല കണ്ടിട്ടോ, അങ്ങനെ റീച്ച് ആയിക്കോ. ഇങ്ങനെ എന്തിനാ ചെയ്യണത്? ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ നിയമമുള്ളത് പെണ്ണുങ്ങൾക്കാണ്. അതിൻ്റെ ഒരു കാൽ ഭാഗം ഇങ്ങനെ ആണുങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് തോന്നുന്നു നടക്കാം. അതൊന്ന് പരിഗണിക്കണം പ്ലീസ്. അല്ല ഇതുപോലത്തെ കുറേ ഇനിയും വരും. ഞങ്ങൾക്ക് വയ്യ.